ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് എൻ്റെ ആർട്ട് സപ്ലൈസിനെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ പെയിൻറ് ചെയ്യുന്ന സപ്ലൈസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം, ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കുറേ പേര് കമൻസിൽ ചോദിച്ചിരുന്നു ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബുക്കാണ് യൂസ് ചെയ്യുന്നത്, ഏത് കളറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ കമൻസിൽ തന്നെ ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മതിയാവല്ലോ മനസ്സിലാവാൻ. ഈ ഒരു വീഡിയോ ഞാൻ എന്നോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള സപ്ലൈസ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രഷുമ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ബ്രഷസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇത് ഫുള്ളൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ പെയിൻറ്റിങ്ങിന്. പിന്നെ ഞാൻ യൂസ് ചെയ്യല് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അക്രിലിക്കിന് ഇത്രയും ബ്രഷസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ബ്രഷ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പെയിൻറ് ചെയ്യാം. ഈ ബ്രഷിൻ്റെ കോലൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ. ഞാൻ തുടക്കം മുതലേ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രഷസ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ കളറിലുള്ള ഇതെല്ലാം കൂടെ ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കുറച്ചൊക്കെ ബ്രഷസ് ഉണ്ട് എൻ്റെ കയ്യിൽ, കുറച്ചൊന്നും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ എത്രണ്ണം പോയി എത്രണ്ണം ഉണ്ട് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ ഓരോ ബ്രഷിൻ്റെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകിച്ച് ഇതിന് ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ റേറ്റും കുറവാണ്, അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ബ്രഷാണ് ആംഗിൾ ബ്രഷ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ. ഈ ഒരു ബ്രഷാണ് ഫിൽബർഡ് ബ്രഷ്. ഇതിന് ക്ലൗഡൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. ഇത് ഇത്ര സൈസ് ഒന്നും എനിക്കറിയില്ല, എന്തായാലും ഇത് കൊടുത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു ഫാൻ ബ്രഷാണ്. ഇത് ഞാൻ അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒന്നിച്ചിങ്ങനെ കുഞ്ഞായിട്ടുള്ള ഗ്രാസസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും ആംഗിൾ ബ്രഷ് തന്നെയാണ്, നേരത്തെ കാണിച്ചതിന്റെ ചെറിയൊരു സൈസിലുള്ളത്. പിന്നെ ഇതിലുള്ള ഈ ഒരു റൗണ്ട് ബ്രഷ് ആണ്. ഇതും കേട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മരമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ലീഫൊക്കെ വരയ്ക്കല്ലോ, അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഇതുപോലത്തെ ഒരു കേടുന്ന ബ്രഷ് യൂസ് ചെയ്താൽ മതി. ഈ ലീഫൊക്കെ പോലത്തെ നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി അടുത്തതും റൗണ്ട് ബ്രഷ് തന്നെയാണ്. ഇത് നേരത്തെ കാണിച്ചതിന്റെ വലിയൊരു സൈസിലുള്ളതാണ്. അപ്പോൾ അത്രയും ബ്രഷസ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ എന്താ പറയാ, ഇത് യൂസ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ യൂസ് ചെയ്തിരിക്കണം ഞാൻ. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ കേടുവരാൻ കാരണം. എന്തായാലും വലിയതായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബ്രഷ് ഒന്നല്ല, ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഷസ് ഒക്കെ ഇപ്പൊ കേട് വന്നുകൊണ്ട് തന്നെ ഞാൻ ലീഫും അതുപോലെ ഗ്രാസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈസിലൊക്കെ വരുന്ന ഒരു ഫ്ലാറ്റ് ബ്രഷുകളാണ്. അപ്പൊ ഈ ഒരു സൈസിലൊക്കെ വരുന്ന ഫ്ലാറ്റ് ബ്രഷുകൾ എന്തായാലും അക്രിലിക്കിന് യൂസ്ഫുൾ ആണ്. ഇതെല്ലതും കാമലിന്റെ ബ്രഷസ് ആണ്. ഇത് തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു 1 സൈസിൽ വരുന്ന ഈ ഒരു കാമൽ ബ്രഷ്. പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പെയിന്റിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആ ഒരു ടൈം മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ഡാമേജ് ആയിക്കണേ. ഇതിന്റെ സൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, 2ഓ 4ഓ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഈ ഒരു സൈസിലൊക്കെ വരുന്ന ഫ്ലാറ്റ് ബ്രഷുകൾ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുമ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ മാത്രമല്ല, ഒരുപാട് ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി യൂസ്ഫുൾ ആണ്. പിന്നെ എന്റെ കയ്യിലുള്ള ഈ 2 തിന്നായിട്ടുള്ള ബ്രഷസ് ആണ്. അപ്പൊ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഇത് ഏത് ബ്രാൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിന്റെ 0 സൈസ് വരുന്ന 2 ബ്രഷുകളാണ്. ഇതിന്റെ 1 സൈസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ബ്രഷിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ബാക്കി വരുന്ന ഒരു 3-4 ബ്രഷ് എവിടേക്കാ പോയിന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. രണ്ടും 0 സൈസ് ആണെങ്കിലും കുറച്ചൊന്ന് തിന്നായിട്ടുള്ളതും ഒന്ന് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഗ്രാസും അതുപോലെ ഈ മരത്തിന്റെ കൊമ്പുകളൊക്കെ വരയ്ക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഒരു ബ്രഷ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രാസും അതുപോലെ കൊമ്പുകളൊക്കെ വരയ്ക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ബ്രഷ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയി. എന്തായാലും നല്ല ബ്രഷ് ആട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ 2 ഫ്ലാറ്റ് ബ്രഷുകൾ. അപ്പൊ ഇതും കാമലിന്റെ തന്നെ ആർട്ടിസ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു 10 സൈസിൽ വരുന്ന ബ്രഷാണ്. ഇത് ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തായാലും കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാൽ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ ഒരു ചെറിയ സൈസ് ബ്രഷും കൂടെ എന്റെ കയ്യിലുണ്ട്. എന്തായാലും കുറച്ച് മുന്നേ കാണിച്ചെന്ന കാമലിന്റെ ബ്രഷസിന് റേറ്റ് കുറവാണ്, അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറച്ച് കുറവുണ്ട്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ക്വാളിറ്റി നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ബ്രഷിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ആ ഒരു ബ്ലൂ കളറിൽ വരുന്ന ആ ഒരു സെറ്റ് ആയിട്ടുള്ള ബ്രഷസും പിന്നെ ഈ ഗ്രാസ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ, അതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ നിങ്ങൾ അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പോരാത്തതിന് ഒരു ബിഗിനറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രഷ് ഒന്നും തുടക്കം മുതലേ വാങ്ങിക്കാൻ പറ്റൂല. അപ്പൊ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ബ്രഷും അതുപോലെ ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുമ്പോൾ ഒരു 10 സൈസും അല്ലെങ്കിൽ ഒരു 2ഓ 4ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റിയിട്ടുള്ള തിന്നായിട്ടുള്ള ബ്രഷും കൂടെ വാങ്ങിക്കാം. അപ്പൊ അത്രയൊക്കെ ബ്രഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടായിട്ട് പെയിന്റ് ഒക്കെ ചെയ്യാം. അപ്പൊ ഞാനും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി അടുത്ത നമുക്ക് കളറിലോട്ട് കിടക്കാം. ഇതാണ് അക്രിലിക്കിന്റെ ബോട്ടിൽ കളേഴ്സ്. ചിലപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്, ഇത് ഞാൻ ക്രാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ. ഇത് ഞാൻ പെയിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. പക്ഷേ പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇത് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാനും പെയിന്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ 10 കളറായിട്ട് ഒരു ബോക്സിൽ കിട്ടായിരുന്നു. അതിനൊരു 200-250 അങ്ങനെ എന്തോ ഒരു റേറ്റ് വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിലായിട്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു ബോട്ടിൽ കളറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിന്റെ പേര് തന്നെ സ്റ്റുഡന്റ് അക്രിലിക് കളറാണ്. അതായത് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളർ. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, കുറച്ചും കൂടെ ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള അധികം തിക്കല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. ഈ പേപ്പറിലൊക്കെ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ അധികം കട്ടി ഉണ്ടാവില്ല, അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിങ്ങനെ ബോക്സ് ആയിട്ട് കിട്ടും, അല്ലാതെ സിംഗിൾ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് തീമിലാണോ പെയിന്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കളേഴ്സ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ബോക്സ് വാങ്ങിച്ചെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, അതിൽ അത്യാവശ്യം കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കളർ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പെയിന്റിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ കളേഴ്സ് ആയിരിക്കും നല്ലത്. കാരണം അധികം റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഈ ബോട്ടിൽ കളറിൽ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം, അല്ലാതെയും ബോക്സ് ഒക്കെ ആയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ പേസ്റ്റൽ കളറിന്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ട് ഒരു ബോട്ടിലിനൊക്കെ ഒരു 30 രൂപ ഉണ്ട്. പിന്നെ നോർമൽ കളറിന് ഒരു 25 ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഈ ഗോൾഡൻ സിൽവർ അങ്ങനത്തെ ഒക്കെ കളേഴ്സും മേടിക്കാൻ കിട്ടും കേട്ടോ സെപ്പറേറ്റ്. അതിന്റെ തന്നെ പല പല കളേഴ്സും ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊന്നും ഇപ്പോൾ ഞാൻ പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഇപ്പോൾ ക്രാഫ്റ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടാണല്ലോ തുടങ്ങിയത്, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിന്റിംഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വരച്ച് പഠിച്ചതിന് ശേഷം വേറെ കളറിലേക്കൊക്കെ പോയാൽ മതി. അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ കളർ വെച്ചിട്ടാണ് ആദ്യമൊക്കെ പെയിന്റ് ചെയ്തിരുന്നത്. എന്നിട്ട് നല്ലോണം വരയ്ക്കാൻ പഠിച്ചതിന് ശേഷമാണ് വേറെ ട്യൂബ് കളേഴ്സിലേക്കൊക്കെ പോയത്. അപ്പോൾ ആ ട്യൂബ് കളേഴ്സ് ഇനി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കളേഴ്സ്. അപ്പോൾ ഇതാണ് ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സ്. ഇത് ഒരു ട്യൂബ് പോലെ കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ട്യൂബുകളുണ്ട്. അതായത് ഇതിപ്പോൾ 9 ml ട്യൂബാണ്. ഇതിങ്ങനെ ബോക്സിലായിട്ട് നമുക്ക് നേരത്തെ ഞാൻ ബോട്ടിൽ കളേഴ്സ് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഇതും. ഇങ്ങനെ അത്യാവശ്യമായിട്ട് മാത്രം വരുന്ന ഒരു കളറിന്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250, 300 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ട്യൂബ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടൂല, സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു വലിയ ട്യൂബാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ബോക്സ് ഒന്നും ഇല്ല കേട്ടോ എന്റെ കയ്യിൽ. ഈ 4 കളർ മാത്രമേ ഉള്ളൂ കാണിച്ചു തരാൻ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം മേടിച്ചത് ഈ ഒരു ബോട്ടിൽ കളറാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൽ പെയിന്റ് ചെയ്ത് പഠിച്ചതിന്റെ ശേഷമാണ് ഞാൻ ഈ ട്യൂബ് കളറിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയ ട്യൂബ് കളർ ഒന്ന് മേടിക്കാൻ പോയാൽ നമുക്ക് അഫോർഡബിൾ ആവില്ല, കാരണം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് വലിയ ട്യൂബിനൊക്കെ. അതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബ് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണ് തോന്നുന്നുണ്ടെങ്കിൽ വലിയത് പഠിക്കാം. അപ്പോൾ ആ ചെറിയ ട്യൂബിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യം പെയിന്റിംഗ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 14 ml ട്യൂബ് സെപ്പറേറ്റ് ആയിട്ട് പല കളേഴ്സിലും മേടിക്കാൻ കിട്ടും. ഈ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ ഒരു 14 ml ട്യൂബും അതുപോലെ 100 ml ട്യൂബാണ്. പിന്നെ 100 ml ട്യൂബ് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് ഈ വലിയ ക്യാൻവാസിലൊക്കെ ഒരുപാട് പെയിന്റ് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടെ വെള്ളം പോലെയാണ്. ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരുന്ന ഒരു പേസ്റ്റ് രൂപത്തിൽ വരുന്ന പെയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പേപ്പറിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും, അതായത് പേപ്പറിൽ നിന്ന് വേറൊരു ലെയർ പോലെ തന്നെ ഈ ഒരു പെയിന്റ് നിൽക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ട്യൂബൊക്കെ മേടിച്ചിട്ട് അത്യാവശ്യമൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് തികയുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു വലിയ ട്യൂബിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കളേഴ്സിനും ഓരോ റേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ കണ്ടില്ലേ 105, 110, 115 ഇങ്ങനത്തെ ഒക്കെ റേറ്റിലാണ് ഓരോന്നിനും വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പം എല്ലാത്തിനും റേറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്, 120 വരുന്ന ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ലാസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് കളേഴ്സ്. ഇതിനൊക്കെ കണ്ടില്ലേ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു കളറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തായാലും അടുത്ത ബുക്കിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ ഈ ഒരു ബുക്കൊക്കെയാണ് എൻ്റെ പെയിന്റിംഗ് ബുക്കുകൾ. ആകെ ഒരു 3-4 ബുക്കേ ഉള്ളൂ. പിന്നെ ബുക്കൊന്നും അല്ലാണ്ട് ചെയ്തതാണ് ഈ ഒരു പെയിന്റിങ്സ്. ഇത് കുറച്ച് പേപ്പറിലൊക്കെ ചെയ്തതാണ്. ഇതെന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡ്രോയിങ് ബുക്കിലാണ്, സ്റ്റുഡൻറ് ഡ്രോയിങ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോർമൽ ഡ്രോയിങ് ബുക്കിൽ. അപ്പോൾ ഇതിന്റെ GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 GSM ആണ്. അപ്പോൾ ഈ GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിന്റെ കട്ടിയാട്ടോ. അപ്പോൾ എത്രത്തോളം കട്ടി ഉണ്ടാവോ അത്രയും പെയിന്റ് ചെയ്യാൻ സുഖം ഉണ്ടാവും. ഇതിന്റെ ഇപ്പോൾ പേപ്പർ കണ്ടോ, അത്ര വലിയ കട്ടിയൊന്നുമില്ല, പക്ഷെ ഇതിലെന്തോ വരയ്ക്കാൻ ഒരു സുഖമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ നമുക്ക് പെയിന്റ് ചെയ്യാൻ ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിൽ കളർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഈ ഒരു ബോട്ടിൽ കളേഴ്സ് വെച്ചിട്ടുള്ള പെയിന്റിങ്സ് ആണ് ഫുള്ളും. ആ ഒരു ബോട്ടിൽ കളർ വെച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇതിൽ കണ്ടില്ല അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനത്തെ പിക്ചേഴ്സ് നമ്മൾ തുടക്കത്തിൽ വലിയ പിക്ചറൊന്നും പോയി വരയ്ക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ടുള്ള വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലത്തെ പിക്ചറൊക്കെ വരയ്ക്കാം. ഇത് കണ്ടില്ലേ മൗണ്ടൈനും അതുപോലെ താഴേക്ക് കുറച്ചൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് വരുന്ന പിക്ചർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ വരച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പിക്ചർ. എന്തായാലും ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനാകെ 20 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതിൽ പെയിന്റിങ് വരച്ച് പഠിക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു വേറെ ഡ്രോയിങ് ബുക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെറിയ ചെറിയ പിക്ചേഴ്സ് ഒക്കെ വരച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത് മേടിച്ചതാട്ടോ. ഈ ഒരു ഡ്രോയിങ് ബുക്കിൽ ഞാൻ അത്യാവശ്യം പെയിന്റിംഗ് ഒക്കെ ചെയ്ത് അതിൽ പേജസ് ഒക്കെ കഴിയാനായപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ
GSM കൂടുതലുള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ GSM കൂടുതലുള്ള വേറൊരു ബുക്ക് വാങ്ങിച്ചു. അതാണ് കേട്ടോ ഇത്. ഇതൊക്കെ കുറേ മുന്നുള്ള ബുക്കുകളാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിന് എന്തൊക്കെ പെയിന്റ് ആയിട്ടാട്ടോ ഇങ്ങനെ. ഇതിന്റെ പേര് ഇതാട്ടോ, ബ്രസ്ട്രോന്റെ കമ്പനീന്റെ ഈ ഒരു സ്കെച്ച് ബുക്കാണ്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതിന്റെ പേജുകളും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്ന ഒരു 300 സംതിങ് ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു റേറ്റ്. എന്തായാലും ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ പിന്നെ ട്യൂബ് കളേഴ്സ്, ഈ ഒരു ബോട്ടിൽ കളേഴ്സിന് ശേഷം ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ട്യൂബ് കളർ. അപ്പൊ ഈ ഒരു ബുക്കും ഈ ഒരു ട്യൂബ് കളറാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിച്ചത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറിയ ട്യൂബ് കഴിയാനായപ്പോൾ ഞാൻ ഈ വലിയ ട്യൂബും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബുക്കിൽ മൊത്തമായിട്ട് പെയിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 140 GSM വരുന്ന വലിയ കട്ടിയൊന്നുമില്ല പേപ്പറൊന്നും. പിന്നെ ഒരു യെല്ലോയിഷ് കളർ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. ഞാൻ പിന്നെ റേറ്റ് കുറവായതുകൊണ്ട് മേടിച്ചെന്നുള്ളൂ. എന്തായാലും ഈ ഒരു ടെക്സ്ചർ ഒക്കെ വരുന്നുണ്ട് ഇതിന്. ഇങ്ങനത്തെ ടെക്സ്ചർ വരുന്ന പേജസ് നോക്കി മേടിക്കാണ് നല്ലത് കേട്ടോ. ഇതാണ് ഈ ഒരു ബുക്കിൽ വരച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ. പിന്നെ എനിക്ക് അത്ര വലിയ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കൊടുക്കാൻ ഇതിൽ പറ്റിയിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ പിക്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ വരയ്ക്കാം. എന്തായാലും കുഞ്ഞു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിലിപ്പോ ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിൽ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിങ്ങനെ കുറെ വരച്ച് ഞാൻ കുറെയൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ GSM ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുഞ്ഞായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ വേറൊരു ബുക്ക് തന്നെ വാങ്ങിക്കണം തോന്നിയപ്പോൾ ഞാൻ വേറൊരു ബുക്കും കൂടെ വാങ്ങിച്ചു. അപ്പൊ ആ ബുക്കാണ് ഈ ഒരു ബുക്ക്. എന്തായാലും ഈ ഒരു ബുക്കിലാണ് ഇപ്പൊ ഞാൻ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബുക്ക് കണ്ടിട്ടാണ് കുറെ പേര് കമന്റ്സിൽ ചോദിക്കുന്നത് ഇത് ഏതാ ബുക്ക് എന്നൊക്കെ. അപ്പൊ ഇത് മെനോറന്റെ സ്കെച്ച് ബുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 180 GSM ആണ്. നേരത്തെ ബുക്ക് 140 GSM ആയിരുന്നു. അപ്പൊ ഇതിന് കണ്ടില്ലേ വൈറ്റ് പേപ്പറാണ്. പോരാത്തതിന് ഇങ്ങനത്തെ ടെക്സ്ചർ ഒക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം കട്ടിയുള്ള പേജസും ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. കാരണം അത്യാവശ്യം കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 450 ആണ്. അപ്പൊ ഈ ഒരു പെയിന്റിംഗ് കണ്ടില്ലേ, ഇതിൽ അത്യാവശ്യം കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള പെയിന്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ട്യൂബിന്റെ കളേഴ്സ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു ബുക്കിൽ ഫുള്ളും ഞാൻ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേറെ കുറെ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പെയിന്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് അത്യാവശ്യം വ്യൂസ് ഒക്കെ പോയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവരെ വെബ്സൈറ്റ് ഉണ്ട്. ഇവർക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, മെനോര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ബുക്ക് മാത്രമൊന്നുമല്ല, പല സൈസിൽ വരുന്ന പല ടൈപ്പിലും വരുന്ന ബുക്കുകളുണ്ട്. അപ്പൊ ഇവര് ബുക്ക് മെയിൻ ആയിട്ട് ഇറക്കുന്നത് വാട്ടർ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കട്ടിയിലാണ് ഇറക്കുന്നത്. അതായത് GSM കൂടായിട്ടുള്ള ബുക്കുകളാണ്. എന്തായാലും ഇത് തന്നെ നമുക്ക് അക്രിലിക്കിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ഏതാന്ന് ചോദിച്ചുകൊണ്ട് മാത്രം. ഇനിയിപ്പോ ഇതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഏതെങ്കിലും ബുക്കിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലൊക്കെ ഒന്ന് കയറി നോക്കി. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഈ ഒരു പേപ്പറിൽ ഞാനിങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതേതാ പേപ്പർ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബുക്കുകൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറച്ച് പേപ്പറും അതുപോലെ ക്യാൻവാസ് ബോർഡ്, ക്യാൻവാസ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് വേറെ. അപ്പൊ ഇതാണ് അക്രിലിക് പേപ്പർ. ഇതിലൊന്ന് വരച്ച് നോക്കിയതാണ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ബുക്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ പോരല്ലോ, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഈ പേപ്പറിലാവുമ്പോൾ നമ്മൾ പെയിന്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഉണങ്ങാൻ ടൈം കിട്ടും. മറ്റേ പേപ്പറിലാവുമ്പോൾ അങ്ങനെ കിട്ടൂല, പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെയിന്റ് ചെയ്യേണ്ടി വരും. ഇതിലാവുമ്പോൾ കുറച്ച് ആക്കം പോലൊക്കെ പെയിന്റ് ചെയ്താൽ മതിയാവും. ഇതെന്തോ 200 GSM-ന്റെ പേപ്പർ എന്തോ ആണ്. ഇത് വലിയ കട്ടിയൊന്നുമില്ല, നേരത്തെ കാണിച്ചെന്നില്ല ബുക്ക്, അതിനൊക്കെ ഏകദേശം ഒരു കട്ടി തന്നെ. പിന്നെ ഇതിമേലത് അത്യാവശ്യം ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിമേ അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതായത് ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇത് നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ കവർ, അതിമന്ന് പെയിന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. കാരണം ഇതിമേലും ഒരു ടെക്സ്ചർ പോലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിമേലും കൊടുത്തു നോക്കാന്ന്. പക്ഷെ അങ്ങനെ കൊളായിട്ടൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ പെയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാ ഈ പിക്ചർ തന്നെ നോക്കിയാൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിന്റെ കളറാണ്. ഇതൊരു ബ്രൗൺ കളർ പേപ്പർ ആണല്ലോ. അപ്പോൾ ഞാൻ പെയിന്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ബോർഡർ മാത്രം ഇങ്ങനെ ബ്രൗൺ കളർ ആയപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിമേ വൈറ്റ് പെയിന്റ് വെച്ചിട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എങ്ങനെയുണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുത്തു നോക്കാം. പിന്നെ ഇതാണ് നമ്മളെ ക്യാൻവാസ് ഷീറ്റ് എന്ന് പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് കണ്ടില്ല ഒരുപാട് ടെക്സ്ചറൊക്കെ ആയിട്ട് പെയിന്റ് നല്ലോണം ഉണങ്ങാൻ ടൈം എടുക്കും. അതായത് ഡീറ്റെയിലിംഗ് ഒക്കെ നല്ലോണം കൊടുക്കാനും പറ്റും. അപ്പൊ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബോർഡ് മേൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ബോർഡ് പോലെ ആക്കിയതാണ്. ഇതെല്ലാം തന്നെ പല സൈസിലുള്ള ക്യാൻവാസ് ബോർഡൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, കാരണം അതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട്.
ഈ ആക്രിലിക് പേപ്പറിനും അതുപോലെ ക്യാൻവാസ് ഷീറ്റ് ആയിക്കോട്ടെ ബോർഡ് ആയിക്കോട്ടെ എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇതന്നെ മതിയാവും നമുക്ക് പെയിൻ്റൊക്കെ കൊടുക്കാൻ. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനത്തെ ബുക്കാണ്. ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഇതിപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇതിലിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇതും പല സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നൈമ പെയിൻറ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ആക്രിലിക് പേപ്പറുമായി പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഈ ബുക്കും പേപ്പറൊന്നും ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ബുക്സും അതുപോലെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്തുള്ള ഇതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുക്കാം. പിന്നെ ഈ പെയിൻറ്റിങ് വീഡിയോസൊക്കെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആയില്ല നടക്കുന്നത്. എന്തായാലും മടി കാരണം എന്നല്ല കേട്ടോ, എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടൈമൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ തീരെ. എന്തായാലും ഞാൻ ഇടാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ലൈക്കും പിന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. കുറേ പേര് അതൊന്നും ചെയ്യലില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.